അപ്പോൾ അനാമിക ശരിക്കൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ടല്ലോ പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യം ആലോചിക്കാം, അന്വേഷിക്കാന്നൊക്കെ. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാകാത്തവര് കഴിഞ്ഞ 2 വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഒരു മാലമോഷണ കേസാണ് കേട്ടോ. മാലമോഷണം നയനയുടെ മേൽ ചുമത്തിയിരിക്കുകയാണ് അനാമിക. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ നയന അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ എടുത്തല്ല, എനിക്കിത് അറിഞ്ഞുകൂടിയില്ല എന്നൊക്കെ പറയാണ്. അനാമിക പറയുന്നുണ്ട്, ഇന്നലെയല്ലേ നയനേച്ചി വീട്ടിലേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വർണ്ണം മുഴുവനും ഞാൻ പോയ സമയത്ത് അടിച്ചുകൊണ്ട് പോയതായിരിക്കും, വീട്ടിലേക്ക് കൊടുത്തിട്ട് വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മോൾ എന്തൊക്കെയായി പറഞ്ഞേ? ഞാൻ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് നയന. ആദർശ് പറയാണ്, അനാമിക ഇവിടെ മാല ഒരെണ്ണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. എന്തായാലും പോലീസ് വരട്ടെ, തെളിവുകളെല്ലാം വെച്ചിട്ട് ആരാന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അതുവരെ ആരെന്നെ നയനെ കുറ്റപ്പെടേണ്ട എന്നൊക്കെ ആദർശ് നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, അതെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇവള് മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ഞങ്ങളുടെ വീട് നോക്കിക്കൊണ്ടിരുന്നത്. വിവാഹത്തിന് ശേഷം അറിയാമല്ലോ, ഞങ്ങളുടെ വീട് ജപ്തിയാവുന്ന അവസ്ഥ വന്നിട്ട് പോലും അവൾ ആരുടെ രൂപ കാശ് ചോദിക്കോ ആരുടെ സഹായത്തിന് നിൽക്കുകയോ ചെയ്തില്ലല്ലോ. അവള് സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ആ കടങ്ങളൊക്കെ വീട്ടിയത്. പിന്നെ ആരും അവളെ കുറ്റം പറയാൻ നിൽക്കേണ്ട എന്ന് പറയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, അതെ അനാമിക മോളെ, മോക്ക് തെറ്റുപറ്റിയതായിരിക്കും. ഈ ഒരു മാല അതെങ്ങനെയെങ്കിലും അറിയാതെ ഇവിടെ വന്നതായിരിക്കും. അതെങ്ങനെ വലിയമ്മേ അറിയാതൊരു മാല കയറി ഒരാളുടെ ബാഗിലിരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അനാമിക. ദേവേനി പറയുന്നുണ്ട്, നയനെ അങ്ങനെ സ്വർണം കൊണ്ടുവന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ദേവേനി പറയുന്നുണ്ട്. ജാനകി പറയാണ്, വല്യമ്മ ചേച്ചിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും, കാരണം ചേച്ചിയുടെ മരുമകളാണല്ലോ, നാണക്കേട് ചേച്ചിക്കല്ലേ, അതുകൊണ്ടായിരിക്കും. എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അനാമിക നയന എൻ്റെ മരുമകളല്ലേ, പിന്നെ ഞാനല്ലാതെ മറ്റാരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നയന വന്നിട്ട് മുത്തശ്ശനോട് കയ്യെ പിടിച്ച് പറയാണ്, സത്യമായിട്ട് മുത്തശ്ശ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാണ്. മുത്തശ്ശൻ അവളുടെ തലയിൽ തടവിക്കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ എനിക്കറിയില്ലേ, ഇവിടെ ആരൊക്കെ മോളെ കുറ്റം പറഞ്ഞാലും ഈ മുത്തശ്ശൻ എൻ്റെ മോളെ സംശയിക്കില്ല കേട്ടോ. മോളെ ഒരു കാരണവശാലും വിഷമിക്കണ്ട, പോലീസ് വരട്ടെ, ആരാ യഥാർത്ഥ കള്ളീന്ന് ഇന്ന് തിരിച്ചറിയണം, എന്നിട്ട് അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറങ്ങുന്ന ദിവസമായിരിക്കും ഇന്ന് എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അനാമികനെ ശരിക്കും നിറയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ച് എങ്ങനെയെങ്കിലും കുടുങ്ങിയാൽ തീർന്നില്ലേ, അതുകൊണ്ട് അനാമിക ഒന്ന് പേടിക്കാണ്. വേണ്ട മുത്തശ്ശ, പോലീസും കേസും വഴക്കും ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും എന്നെ സ്വർണം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. അതേ മോളെ, സ്വർണം കണ്ടുപിടിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ മുത്തശ്ശൻ പോലീസിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോലീസ് വരാണ്. ഇതുപോലെ പുതിയ മരുമകളുടെ 101 പൗണ്ട് സ്വർണം ഉണ്ടായിരുന്നു. അവൾ കുറച്ച് സ്വർണമൊക്കെ അവളുടെ ദേഹത്തിട്ടിട്ടുണ്ട്, ബാക്കി സ്വർണ്ണമൊന്നും കാണാനില്ല എന്ന് പറയാണ്. ഈ സമയത്ത് അനാമിക ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്, അതായത് നയനയുടെ ബാഗിൽ നിന്ന് മാല കണ്ടുപിടിച്ചെന്ന്. അപ്പോഴേക്കും ജാനകി പറയണ, മിണ്ടരുത് അനാമിക, പോലീസിനോട് അങ്ങനെ പറയില്ലേ, പുറത്തുള്ള ആളല്ലേ, അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ മോശപ്പെടുത്താൻ ശ്രമിച്ച മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ല, അതുകൊണ്ട് മോള് ഒന്നും മിണ്ടരുതെന്നും പറഞ്ഞിട്ട് അനാമികനെ തടയുന്നുണ്ട് കേട്ടോ ജാനകി. അങ്ങനെ പോലീസ് വന്ന് ആ മുറികളെല്ലാം അരിച്ചു പെറുക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും അവർ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ചിട്ട് വരാം, ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വർണത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവർ പോകുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഇന്നേ വരെ ഇങ്ങനെ സംഭവം നമ്മുടെ വീട്ടിലുണ്ടായിട്ടില്ല, ആദ്യമായിട്ടാ എന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, മൂത്ത 2 മരുമക്കൾ വന്നതിന് ശേഷം ഇതിപ്പോ സ്ഥിരം പരിപാടിയല്ലേ എന്നൊക്കെ ഓരോ പൊട്ടിത്തെറികളും ഓരോ പ്രശ്നങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ ചാടി വരുന്നൊരു ജാനകിയോട് പറയാണ്, ഇനി മേലാൽ നയനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മൂത്ത മരുമക്കൾ വന്നതിന് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചുന്നാ, നീയും നിന്നെ പോലുള്ള ബാക്കി 2 അമ്മായിമാരുണ്ടല്ലോ ഇവിടെ, അവളുമാരോട് കൂടിയിട്ടാ ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലാതെ നവീൻ നയനയുമല്ല. അവർ മനപ്പുറയുടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ പോലെ എനിക്കറിയില്ല. നിങ്ങളാണ് ഓർന്ന് കുത്തിപ്പൊക്കി അവരുടെ മേലെ പഴിചാരുന്നത്, എന്തായാലും മറന്നുപോയോ എന്ന് ചോദിച്ച് മുത്തശ്ശൻ വഴക്ക് പറയാണ്. ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശേഷം എല്ലാവരും ഓരോ മുറിയിലേക്കൊക്കെ പോവാണ്. ഈ സമയത്ത് അനാമിക പോയിട്ട് അച്ഛനെ വിളിച്ച് പറയാണ്, അച്ഛാ സംഭവം ഇച്ചിരി കൈവിട്ട് പോയി, കാരണം മുത്തശ്ശൻ വിളിച്ചിട്ട് അത് പോലീസിനെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര, പോലീസിനെ അറിയിച്ചു എന്ന് ചോദിക്കുകയാണ്. അതെ, പോലീസിനെ അറിയിച്ചു. അതുകൊണ്ട് തൽക്കാലം അച്ഛൻ ആ സ്വർണത്തിനൊന്നും തൊടണ്ട, സ്വർണം വിൽക്കാനും ശ്രമിക്കേണ്ട, തൽക്കാലം ഇപ്പൊ സാധനമൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, എങ്ങാനും കൊണ്ട് വിറ്റാല് ആ ഒരു കേസ് ആ ഒരു പ്രശ്നം പോലീസ് അറിഞ്ഞാല് അത് നമ്മൾ തന്നെയാണെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ ഒന്നും വിൽക്കാൻ ശ്രമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ശരി മോളെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ടോ വേണു. രേവതിയിൽ പറയാണ്, പോലീസിനെ അറിയിച്ചെന്ന് മൂർത്തി. അങ്ങനെ പോലീസുകാരവിടെ അന്വേഷിച്ചു വന്നെന്ന്. അതുകൊണ്ട് മോള് പറയാ സ്വർണ്ണം ഇപ്പൊ പണയം വെക്കണ്ടെന്ന്.
എൻ്റെ പൊന്നെ ഈശ്വര, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താ ചെയ്യാം? നമ്മളുടെ മോളെ 2 ആഴ്ചയായാലും അങ്ങോട്ട് പോയിട്ട് അതിനുമ്പ് എങ്ങനെ പ്രശ്നം ഉണ്ടായാലേ നമ്മൾ മോളെ അവരെ അടിച്ചിറക്കും. എൻ്റെ ഈശ്വര, കടങ്ങളൊക്കെ വീട്ടണം, എന്തൊക്കെ സ്വപ്നമായിരുന്നു എനിക്ക്. വീണ്ടും പറയാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുക. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവളുടെ ഒരു വേവലാതി. എങ്ങനെയെങ്കിലും അവൾ സോൾവ് ചെയ്തെടുത്തോളും. നീയേ പ്രാർത്ഥിക്കാൻ നോക്ക്, എങ്ങനെയെങ്കിലും നമ്മുടെ മോക്ക് ഒരു തട്ടുകേട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയാൻ കേട്ടോ അയാള്. അങ്ങനെ അനന്തപുരിയിൽ ഇങ്ങനെ എല്ലാവരും മാറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റൂമിൽ നയന ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങോട്ടേക്ക് നവ്യ അവളുടെ അടുത്തിരിപ്പുണ്ട്. എന്നിട്ട് പറയാണ്, നീ വിഷമിക്കാതെ, പണ്ട് ജലജ ചെയ്ത കാര്യം ഓർമ്മയില്ലേ നിനക്ക്? നമ്മളുടെ അമ്മയുടെ ബാഗിൽ കൊണ്ട് സ്വർണം വെച്ചിട്ട് നമ്മുടെ അമ്മയെ കൊടുക്കാൻ നോക്കിയത്. ഇത് അതുപോലെ എന്തെങ്കിലും പ്ലാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അനാമിക പേരും കള്ളിയാ, അവളിനെ കൊണ്ടുവന്ന് ബാഗിൽ വെച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ആദർശ് എന്നിട്ട് പറയാണ്, അതെന്താ നവ്യ നിനക്ക് അങ്ങനെ സംശയം? അതേ ആദർശേട്ടാ, അനാമിക ആദ്യം തൊട്ട് തന്നെ ഇവളുടെ ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ആദർശേട്ടൻ അറിയാലോ അവളുടെ ബാക്ക്ഗ്രൗണ്ടും അവളുടെ കുടുംബത്തിലെ സ്ഥിതിയൊക്കെ. അങ്ങനെ ഈ സ്വർണ്ണമൊക്കെ അവൾ തന്നെ കൊണ്ട് അവളുടെ കുടുംബത്തിൽ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവളെ കള്ളിയാക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവന് സാധ്യതയുണ്ട്. എന്നാലും പോലീസിനെ കൊണ്ട് ഞാൻ ഡീപ്പായിട്ട് അന്വേഷിക്കും. നയനയുടെ പേരിൽ യാതൊരു കുറ്റമില്ല ഞാൻ തെളിയിക്കും എന്നൊക്കെ ആദർശ് പറയാണ്. നീ എന്തിനാ കരയുന്നേ? ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെക്കുറിച്ച് അറിയാം. അറിയാത്തതേ ആ ജാനകി ചെറിയമ്മയ്ക്കും ജലജാപ്പച്ചിക്കും അവരുടെ മക്കൾക്കും ആണെന്നൊക്കെ പറയാണ്. അങ്ങനെ ആദർശ് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് നിന്ന് അവളുടെ തോളെ പിടിക്കുമ്പോഴേക്കും നവ്യ പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പതിയെ എസ്കേപ്പ് ആവുന്നുണ്ട്. ആദർശിന്റെ തോളിലേക്ക് ചാഞ്ഞിടുന്ന അതിനെ പൊട്ടിക്കരയുമ്പോൾ ആദർശ് പറയാണ്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനില്ല നിന്റെ കൂടെ. നിന്റെ മേലെ വീണേക്ക് നീ കറ ഞാൻ തുടച്ചു നീക്കി കളയും, നീ നോയിക്കോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ ഭർത്താവാന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? നീ വിഷമിക്കാതെ, നീ സങ്കടപ്പെടുന്ന കണ്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും നയന ആദർശിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. നീ വിഷമിക്കാതെ, നിന്നെ ആരും ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് കയറിയായിരിക്കും കേട്ടോ. പെട്ടെന്നാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ചുമക്കുന്നതിൽ കാണിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ചാടി എഴുന്നേക്കാണ്. ഇരുന്നോ ഞാനായിരുന്നു തെറ്റ് ചെയ്തത്, ഞാനൊന്ന് മുട്ടിയിട്ടൊക്കെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല അമ്മയെന്ന് പറയാണ്. അല്ല, ഡോറ് തുറന്നിരുന്നോണ്ട് ഞാൻ അറിയാതെ കയറി എന്ന് പറയുമ്പോൾ അതിനെന്താ അമ്മയല്ലേ, ഞാൻ അമ്മയുടെ മാനല്ലേ എന്നൊക്കെ പറയാണ്. എങ്കിലും മോനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ മുറിലേക്ക് കയറി വരുന്നതിനൊക്കെ ഒരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. നയന മാത്രമുള്ള ഇപ്പോൾ കയറി വരുന്ന പോലെ ഞാൻ അറിയാതെ കയറി വന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ദേവേനെ പറയാണ്, എന്തിനാ നയന നീ കരയുന്നത്? എൻ്റെ ബലമായ സംശയം അനാമിക തന്നെ എന്തെങ്കിലും ഒരു സൂത്രപ്പണി ഒപ്പിച്ചതാണോ എന്നാ. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതേ അമ്മേ, ഇപ്പൊ നവ്യോടത് പറയായിരുന്നു അവൾക്കും അങ്ങനെ സംശയം ഉണ്ടെന്ന്. അവളുടെ കുടുംബത്തിൽ, അതായത് അനാമികയുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കടബാധകളും ഒക്കെ ഉണ്ട്. ഇനി സ്വർണ്ണം മുഴുവൻ അവൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് നയനെ മനഃപൂർവ്വം പഴിചേരാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലോ, അവൾ തന്നെ എല്ലാം പക്കായിട്ട് പ്ലാൻ ചെയ്താണെങ്കിലോ എന്ന് പറയാൻ കേട്ടോ. ദേവേനെ പറയാണ്, അങ്ങനെയൊക്കെ ചെയ്യുവോ? 2 ആഴ്ചയിലുള്ള അവൾ വന്നിട്ട് അതിനു മുമ്പേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ആദർശ് പറയാണ്, നമ്മുടെ ജലജാപ്പച്ചിയുടെ അതേ സ്വഭാവം അനാമികയ്ക്ക്. കുറച്ച് എടുത്തിയാട്ടക്കാരിയാ, ഓവർ സ്മാർട്ടുമാണ്. എനിക്ക് തോന്നുന്നത് അവൾ തന്നെ ആയിരിക്കും തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഒന്ന് അന്വേഷിക്കുമല്ലോ, അത് കഴിയുമ്പോൾ അറിയാം ബാക്കി എന്താ കാര്യമെന്ന്. നയനെ നീ വിഷമിക്കണ്ട, ഇവിടെയുള്ള എല്ലാവർക്കും നിന്റെ സ്വഭാവം അറിയാലോ. നിന്നെ ഇത്ര നാളും വെറുത്തിരുന്ന ആളാ ഞാൻ തന്നെ പറയുക. നീ ഇങ്ങനെ സ്വർണ്ണമൊന്നും മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം. നീ എന്തുമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച നിന്റെ വീട്ടിലെ കടങ്ങൾ വീട്ടിൽ ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കണ്ട, ആരും നിന്നെ ഒന്നും പറയാൻ പോകുന്നില്ല, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് ദേവേനെ നടന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നയന അങ്ങനെ ചിരിച്ചിട്ട് പറയാണ്, ഇതിൽ കൂടുതൽ എനിക്ക് എന്താ ആദർശിട്ടാ വേണ്ടത്? ഇത്രയും കാലം എന്നെ ഇഷ്ടമില്ല നടന്ന എൻ്റെ അമ്മായിമ്മയാ ഇപ്പൊ കണ്ടില്ലേ സ്നേഹത്തോടെ വന്ന് എന്നെ സമാധാനിപ്പിച്ചിട്ട് പോയത്. ഇത് മാത്രം മതി എനിക്ക്. ഇനി ആരെന്നെ കള്ളിന്ന് വിളിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞിട്ട് ആദർശിനെ തോളിലേക്ക് ചാഞ്ഞിങ്ങനെ കിടക്കാം കേട്ടോ നയന. അപ്പൊ ഈ കേസ് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് നല്ല ത്രില്ലിങ് എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ അടുത്തൊരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സായിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.